തൃശൂർ ചൊവ്വന്നൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്തി മോർഫ് ചെയ്ത ടെലിഗ്രാമിൽ വിൽപ്പന നടത്തിയ യുവാവിനെതിരെ കേസ്. ചൊവ്വന്നൂർ സ്വദേശി 25 വയസ്സുള്ള അനന്തുവിനെതിരെയാണ് IT ആക്ട് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. ചൊവ്വന്നൂർ സ്വദേശി അനന്തു 70-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലിഗ്രാമിലൂടെ വിൽപ്പന നടത്തി എന്നാണ് പരാതി. കുന്നംകുളം സ്വദേശിയായ യുവതിയുടെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. യുവതിയുടെ ബന്ധുക്കൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. അതേസമയം യുവാവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയത് 18,000-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് പരാതിക്കാർ പറയുന്നു. ഇന്നലെ ഈ ഉണ്ടായ വിഷയത്തിന്റെ പുറത്ത് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടായ മറുപടിയും റിയാക്ഷനും നമ്മൾ വേണ്ടത്ര രീതിയിലുള്ളതായിരുന്നില്ല. അപ്പോൾ അവർ പോയപ്പോൾ നമ്മുടെ അവിടുത്തെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ സ്ത്രീകളോടായാലും അവർ പറഞ്ഞത് ഒരാൾ ഇതാക്കിയാൽ മതി, അതിപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ ഒരു സ്ത്രീയുടെ മാത്രമാണ് മൊഴി എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കറിയില്ല. പിന്നെ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിടേക്ക് വരികയോ അന്വേഷണങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നും നമുക്കറിയില്ല. വന്ന് നോക്ക് പോലും ചെയ്തിട്ടില്ല. അവരുടെ വീടിന്റെ പരിസരവും കാര്യങ്ങളും പോലും നോക്കിയിട്ടില്ല. ഇതുവരെയായിട്ട് വന്നിട്ട് നോക്കിയിട്ടില്ല. ജീപ്പോ ഒരാള് പോലും വന്നിട്ട് അന്വേഷിച്ചിട്ട് പോലും ഇല്ല. അവിടെ ഒരു നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ഉണ്ട് എന്നാണ് അതിൽ പറയണത്. ഒരു 18,000 ഫോട്ടോകളോളം ഉണ്ട് എന്നാണ് പറയണത്. അത് വഴിയിലൂടെ നടന്നു പോണ സ്ത്രീകളെ വരെ വെറുതെ വിട്ടിട്ടില്ല. ഒരു ട്രാഫിക് പോലീസ് എങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ഇതുണ്ട്. ഒരു നാടിനെ മുഴുവൻ പ്രശ്നത്തിലാക്കിയിട്ടും അതുവരെ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ അത് വളരെ മോശമായുള്ളൊരു കാര്യമാണ്. കുന്നംകുളം പോലീസിനാണ് പരാതി ലഭിച്ചത്. സംഭവത്തിന് ശേഷം യുവാവിന്റെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ പിടിച്ചെടുക്കാനോ പരിശോധിക്കാനോ പോലീസ് തയ്യാറായില്ല എന്നും ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറായില്ല എന്നും പരാതിക്കാർ ആരോപിക്കുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.